അമേരിക്ക ഇന്ത്യക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചേക്കുകയാണ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതി. റഷ്യയുമായിട്ട് സഹകരിക്കുകയാണെങ്കിൽ 100% പ്രതികാര ചുങ്കം എന്നാണ് ട്രംപിൻ്റെ നിലപാട്. അപ്പോൾ അതിനെതിരെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ, രാഹുൽ ഗാന്ധി അടക്കം അതിനെ സ്വാഗതം ചെയ്യുന്ന നിലപാട് വന്നു. പക്ഷേ ഇവിടെ മറ്റൊരു സംഗതി കൂടി നടക്കുന്നുണ്ട്. അമേരിക്കക്കെതിരെ വലിയൊരു മുന്നേറ്റം, അതായത് റഷ്യയും ചൈനയും ഇന്ത്യയും ചേർന്ന് നടത്തുന്നു. അവർ ഒരു സഖ്യരാജ്യമായി പരസ്പരം സാമ്പത്തിക ഇടപാടുകൾ, വ്യാപാര കരാറുകൾ ഉണ്ടാക്കുന്നു. എന്താണ് പുതിയൊരു ലോകക്രമം, എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്നും അമേരിക്ക ഭയപ്പെടുന്നു. ലോക പോലീസാകാൻ ശ്രമിക്കുന്ന അമേരിക്ക എന്നും ഭയപ്പെട്ടിരുന്നൊരു കാര്യമാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തന്നെയുള്ള ഒരു അടുപ്പമെന്ന് പറയുന്നത്. റഷ്യ എന്ന് പറയുന്നത് പഴയ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പരമ്പരാഗത സഖ്യകക്ഷിയാണ്. പഴയ സോവിയറ്റ് യൂണിയൻ വിട്ടാണല്ലോ റഷ്യ ഉണ്ടായത്, കേന്ദ്രമായിട്ട് റഷ്യ ഇപ്പോൾ ഉണ്ടായത്. പഴയ സോവിയറ്റ് യൂണിയനാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമെന്ന് പറയുന്നത്. എന്നും അമേരിക്കയോട് പലപ്പോഴും അടുത്ത ബന്ധം ഇന്ത്യ പുലർത്തിയിരുന്നു. ഒരുപാട് നമ്മുടെ ഇന്ത്യക്കാരൊക്കെ അമേരിക്കയിൽ പോയി സെറ്റിൽ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അമേരിക്ക ഒരിക്കലും ഇന്ത്യയെ ഒരു സുഹൃത്ത് രാജ്യമായി അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സത്യമായ കാര്യം. എല്ലാ പ്രസിഡന്റുമാർക്കും ഒരു ട്രംപിസം ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഈ ട്രംപ് പോലെയായിരുന്നു എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരും പറയുന്നത്. അപ്പോൾ അവരൊക്കെ ഒരു പരിധിവരെ ഇന്ത്യ അമിത വിധേയത്വവും കാണിച്ചിരുന്നു. പലപ്പോഴും അമിതമായ വിധേയത്വം കാണിച്ചിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ബംഗ്ലാദേശ് യുദ്ധകാലം എന്ന് പറയുന്നത്. അന്ന് ആ യുദ്ധകാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇന്ദിരാഗാന്ധി അന്ന് നിക്സൺ ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്. സമയത്തൊന്നും അമേരിക്കയുടെ വന്ന് അവർ ലോകരാഷ്ട്രങ്ങളുടെ സഹായം അന്വേഷിച്ച് ലോകം മുഴുവൻ നടന്നിരുന്നു. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഇവരെ കാണാൻ പോലും അദ്ദേഹം സമ്മതിച്ചില്ല. അവർ കാരണം അഭയാർത്ഥികളുടെ ഒരു വലിയ പ്രവാഹമായിരുന്നു ഇന്ത്യയിലേക്ക്. ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞത് അന്ന് സോവിയറ്റ് യൂണിയൻ്റെ കൃത്യമായ സഹായം ഉണ്ടായിരുന്നു ഇന്ത്യക്ക് എന്നുള്ളതാണ് നമ്മൾ. അതുപോലെ 64 62 നടന്ന ചൈന യുദ്ധമുണ്ടല്ലോ, ഇന്ത്യ ചൈന വാർ. ആ യുദ്ധത്തിൽ ചൈന അതിക്രമിച്ച് അന്ന് നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളിൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലും ഒക്കെ പ്രതിരോധ സംവിധാനം തീരെ ദുർബലമായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം. അന്ന് 14,000-ലധികം ചതുശ്രമയിലാണ് ചൈന കീഴടക്കിയത്. അന്ന് ആ യുദ്ധം അവസാനിച്ചത് അകത്ത് റഷ്യ, പഴയ സോവിയറ്റ് യൂണിയൻ, റഷ്യ എന്ന് പറയുന്ന ശരി ഇടപെട്ടെന്നുള്ളത് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അത് കഴിഞ്ഞാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തന്നെ രൂപപ്പെട്ട ഇന്ത്യ സോവിയറ്റ് കരാറുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യവും അവരുമായിട്ട് നിലനിന്നിരുന്നത് വലിയ സുഹൃത്ത് ബന്ധമുണ്ട്. ഇപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പുതിയ ലോകക്രമത്തിൽ ശീതയുദ്ധം അവസാനിച്ച കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ തകർന്നു കഴിഞ്ഞപ്പോൾ മുതൽ ലോക പോലീസ് ആവാൻ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു വലിയ പരിധിവരെ അവർ വിജയിക്കുന്നുമുണ്ട്. കാരണം ഒരുപാട് രാജ്യങ്ങൾ അമേരിക്കയോട് പല കാരണങ്ങൾ കൊണ്ടും വിധേയത്വം പുലർത്തി വരുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഇപ്പോൾ പ്രധാനമന്ത്രിയായി കഴിഞ്ഞ കാലഘട്ടമൊക്കെ ഉണ്ടായി കഴിഞ്ഞതോടുകൂടി നമ്മുടെ സാമ്പത്തിക നിലയെന്ന് പറയുന്നതും നമ്മുടെ ശക്തി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ വർദ്ധിച്ചു വന്ന് ഏറ്റവും മുമ്പ് ലോകത്തിലെ 4ാമത്തെ രാജ്യം സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്ന ഉടൻ 3ാമത്തെ സാമ്പത്തിക ശക്തി ആകുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. നരേന്ദ്രമോദി ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞിട്ട് 3ാമത്തെ സാമ്പത്തിക ശക്തിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്തരം ഈ ശ്രമത്തിലെ എല്ലാം അമേരിക്ക എന്നും വല്ലാത്ത ഒരു വിബൽ കണ്ണിലൂടെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അമേരിക്കയുടെ ചാരക്കണ്ണുകൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലാണ് 1992 ഇന്ത്യ ആണവ ടെസ്റ്റ് നടത്തിയത്, പൊക്രാനിൽ നടത്തിയത്. 1974 ആദ്യം നടത്തുന്നത്. പക്ഷേ അതൊരു പ്രാഥമികമായ പരീക്ഷണമായിരുന്നു. അന്ന് നിക്സൺ ആയിരുന്നു പ്രസിഡന്റ്, ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. പക്ഷേ 1998 സീരീസ് ആയിട്ട് 1998 മെയ് 11 13 നടത്തിയതെന്നാണ് എൻ്റെ ഓർമ്മ. ആ കാലയളവിൽ ഇത് നടന്നത് അന്ന് ക്ലിൻ്റൺ ആയിരുന്നു, അമേരിക്കയുടെ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൺ ആയിരുന്നു. അപ്പോൾ അന്ന് അതിനിശ്ചിതമായ ഒരു ആക്രമണമാണ് ഇന്ത്യക്ക് നേരെ അദ്ദേഹം നടത്തിയത്. അദ്ദേഹം വളരെ ആശങ്കാകുലനായിരുന്നു. ഈ അന്യഥാ ഇന്ത്യയുടെ സുഹൃത്തം തോന്നിച്ചിരുന്ന അദ്ദേഹം ഇതിൽ ഇങ്ങനെ വന്ന് ചാടി വലിയ അത് പാകിസ്ഥാനായിരുന്നു എന്നും സഖ്യകക്ഷി. അമേരിക്കയുടെ സഖ്യകക്ഷി എന്ന് പറയുന്നത് പാകിസ്ഥാനായിരുന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ചൈന ഒരു വലിയ സാമ്പത്തിക ശക്തിയായിട്ട് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുമായിട്ടുള്ള ഒരടുപ്പം തുടരണം. ഇന്ത്യ സാമ്പത്തിക ശക്തിയെ വളർന്നു വരുന്നത് ഇങ്ങനെയാണല്ലോ നമ്മൾ അമേരിക്കയുമായിട്ടൊരു സൗഹൃദം രൂപപ്പെട്ടു വന്നത്. അല്ലെ, അമേരിക്ക ഇന്ത്യയോട് സൗഹൃദം ഉണ്ടെന്ന് ഭാവിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണല്ലോ. പക്ഷേ ട്രംപിൻ്റെ ഈ 2ാമത്തെ ഭരണം ആരംഭിച്ചപ്പോൾ മുതൽ അദ്ദേഹം ഒരുമാതിരി ഈ തലയ്ക്ക് വെളിവില്ലാത്ത പോലെയാണ് പെരുമാറുന്നതെന്ന് പറയേണ്ടി വരും. അങ്ങനെ അതാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം ഇതുപോലെ അമേരിക്ക പോലൊരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന അദ്ദേഹം ഈ എടുക്കുന്ന തീരുമാനങ്ങൾ പലതും മറ്റ് രാജ്യങ്ങൾക്ക് അലോസരം ഉണ്ടാക്കുന്ന പോലെയാണ്. അങ്ങനെയാണ് ഈ വ്യാപാര യുദ്ധം എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാകുന്നത്. രാജ്യങ്ങൾക്ക് സാധാരണഗതിയിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു കരാറുണ്ടാകുമ്പോൾ അത് പലതരത്തിലുള്ള ചർച്ച നടത്തി കഴിഞ്ഞതിന് ശേഷവും രണ്ട് കൂട്ടർക്കും പ്രയോജനകരമായ വിധത്തിലാണ് ഒരു കരാർ രൂപപ്പെടുന്നത്, വ്യാപാര കരാർ രൂപപ്പെടുന്നത്. ഇതിവിടെ യാതൊരു കാര്യത്തെപ്പറ്റിയും ഒരു മുന്നാലോചനയും കൂടാതെ നേരെ ഏർപ്പെടുത്തുകയാണ്. ഒരു ഏർപ്പെടുത്തുന്നിടത്തൊക്കെ അവർക്ക് പാളിച്ചകൾ അമേരിക്കയ്ക്ക് വരുന്നുണ്ട്. ചൈനയുമായിട്ട് ഉണ്ടായി. ഇന്ത്യയുമായിട്ട് തന്നെ ഇന്ത്യ ഈ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഇന്ത്യയുമായിട്ട് നമ്മൾ ഈ 25% അധിക ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മളെ ബാധിക്കുമെന്നാണ്
അമേരിക്ക കരുതുന്നത്. പക്ഷേ അതിന് രണ്ടാമത്തെ കാരണമായി പറയുന്നത് റഷ്യയുമായുള്ള ക്രൂഡ് ഓയിൽ വ്യാപാരം, റഷ്യയുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം എന്ന് പറയുന്നത്. അതിന് അതുകൊണ്ട് തന്നെ 100% വർദ്ധിപ്പിക്കുമെന്നും അങ്ങനെയൊക്കെയുള്ള അതൊക്കെ ഒരുതരം ഭ്രാന്തൻ ജൽപ്പനങ്ങളാണല്ലോ. നമുക്ക് അങ്ങനെയാണ്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അതിൻ്റെ മുമ്പിൽ ഒരർത്ഥത്തിൽ പോലും മുട്ടുമടക്കാൻ കഴിയില്ലെന്ന വളരെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് രൂപപ്പെട്ടു വന്ന സംഘർഷത്തിൽ, അല്ലെങ്കിൽ അതൊരു ഭീകരാക്രമണമായിരുന്നു. ഭീകരാക്രമണത്തെ നമ്മൾ പ്രതിരോധിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളൂ. പിന്നെ അമേരിക്കയുടെ ഇടപെടൽ ഇവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതെല്ലാം ട്രംപ് പരിഹരിക്കുന്നു എന്ന് സ്വയം അങ്ങ് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതിലും ഇന്ത്യ അമേരിക്കയുടെ നിർദ്ദേശാനുസരണമാണ് വെടിനിർത്തലിന് തയ്യാറായത് എന്ന് പറയുകയാണ്. അപ്പോൾ അത് നിഷേധിക്കപ്പെടും. പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി വളരെ പക്വതയോടുകൂടിയാണ് ഇതിനൊന്നും ആവശ്യമില്ലാതെ സംസാരിക്കുക. അവിടെ അന്താരാഷ്ട്ര തലത്തിലുള്ളൊരു ബാലൻസിങ് സമീപനം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി പോകുന്നത്. തീർച്ചയായിട്ടും ട്രംപുമായിട്ടൊരു സൗഹൃദ ബന്ധവും ഉണ്ടായിരുന്നു. ഈ ട്രംപ് ഭരണകൂടം വരുമ്പോഴൊക്കെ കുറച്ചുകൂടി നല്ല ബന്ധം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അതൊക്കെ വസ്തുത തന്നെയാണ്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഈ രീതികൾ കൊണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിൽ അമേരിക്കയുടെ ഇടപെടൽ നമ്മൾ തള്ളിക്കളഞ്ഞു. പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി സംസാരിക്കുന്നത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അമേരിക്കയെന്ന് അതിനിവിടെ അമേരിക്ക എന്ന് പറയണം, അമേരിക്ക എന്ന് പേരെടുത്ത് പറഞ്ഞില്ലെന്ന് പറഞ്ഞാണ് ഇവിടെ നമ്മുടെ പ്രതിപക്ഷങ്ങൾ ഈ ആവശ്യമില്ലാത്ത യുദ്ധം അവിടെ പാർലമെൻറ്റിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ കൃത്യമായി പറഞ്ഞു, ഒരു ഔട്ട്സൈഡ് സോഴ്സിൻ്റെയും സഹായമില്ലാതാണ് നമ്മൾ പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചു. നമുക്ക് ആവശ്യം നമ്മൾ ഈ ഒരു പ്രതിരോധം കാണിച്ച വൃത്തികേടിനും ഭീകരാക്രമണത്തിനും കൃത്യമായ തിരിച്ചടി നൽകിക്കൊണ്ട് ഭീകര കേന്ദ്രങ്ങൾ തകർക്കുക. ഒരു അധിവാസ കേന്ദ്രങ്ങൾ നമ്മൾ തകർത്തില്ല, ഒരു വിദ്യാലയങ്ങൾ തകർത്തില്ല. ഈ ഭീകര കേന്ദ്രങ്ങൾ, ആയുധ കേന്ദ്രങ്ങൾ മാത്രമാണ് നമ്മൾ തകർത്തത്. അപ്പോൾ അതിൽ അമേരിക്കയ്ക്ക് പിന്നെ ഒരു റോൾ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചു. അമേരിക്ക ആവശ്യമില്ലാത്തുള്ള അതിനെ നമ്മൾ പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി നിഷേധിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അതും പെട്ടെന്നൊരു പ്രകോപനമായിക്കണം. അതായത് ഓഗസ്റ്റ് 1 മുതലാണ്, അല്ലെങ്കിൽ ഇത് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. പക്ഷേ പ്രഖ്യാപിച്ചിരുന്നതാണെങ്കിൽ പോലും അതും അല്ലെങ്കിൽ വേണമെങ്കിൽ ഒഴിവാക്കാമല്ലോ, നമ്മളുമായിട്ട് സ്ഥലത്ത് ഒഴിവാക്കാമല്ലോ. അപ്പം അങ്ങനെയാണ്. പക്ഷേ അത് റഷ്യയുമായുള്ള ഈ പിന്നെ കരാർ ഒരു കാരണവശാലും ഇന്ത്യ ഒഴിവാക്കുകയില്ല. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് വർഷങ്ങളായി തുടർന്ന് വരുന്ന കരാറാണ്. അല്ലെങ്കിൽ തന്നെ അന്താരാഷ്ട്ര കരാറുകൾ വെറുതെ അങ്ങ് ലംഘിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ റഷ്യയിൽ നിന്നും ഇറക്കുന്ന ക്രൂഡ് ഓയിലിൽ സംസ്കരിച്ച് അതിലൂടെ നമുക്കുണ്ടാകുന്ന വലിയ സാമ്പത്തിക നേട്ടമുണ്ട്. നമ്മുടെ സാമ്പത്തിക വരുമാനത്തിൻ്റെ ഒരു വലിയ സോഴ്സാണത്. അപ്പോൾ അത് ബോധപൂർവം നമ്മളെ തകർക്കാനും അതില്ലാതാക്കാനും അതിൽ നമ്മുടെ മേൽക്കോയ്മ അവസാനിപ്പിക്കാനും ഒക്കെ ആവാം ട്രംപ് ശ്രമിക്കുന്നത്. പക്ഷേ ഒരു കാരണവശാലും അത് വിജയിക്കുകയില്ല എന്ന് ട്രംപിന് തന്നെ ബോധ്യപ്പെട്ടത് ജാള്യതയാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. എന്ത് വേണം ചെയ്താലും നമുക്ക് കുറച്ച് വേണം. പക്ഷേ ഇതിലൊരു വിദഗ്ധർ ഉന്നയിക്കുന്നൊരു ആശങ്കയുണ്ട്. അതായത് നമുക്കിപ്പോൾ 4ാമത് സാമ്പത്തികമായി വികസിക്കുന്ന സമ്പദ് വ്യവസ്ഥയുള്ളൊരു രാജ്യമാണ്. 6.5% GDP വർധനവും രേഖപ്പെടുത്തുന്ന രാജ്യമാണ്. പക്ഷേ അമേരിക്ക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു വിപണിയാണ്. അത് ഇല്ലാതാകുക, അത് അടയ്ക്കപ്പെടുക എന്ന് സംബന്ധിച്ച് അത് ഇന്ത്യയുടെ ഈ സാമ്പത്തിക പുരോഗതിയെ ഗണ്യമായി ബാധിക്കാൻ ഇടയുള്ളൊരു സംഗതി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ വെല്ലുവിളി ഏത് തരത്തിൽ അതിജീവിക്കുമെന്നാണ്? അല്ല, നമ്മൾ ഈ വെല്ലുവിളി അതിജീവിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ അമേരിക്കയ്ക്ക് അല്ലെ ഇന്ത്യയാണ് കൂടുതൽ ആവശ്യമെന്ന നിലയിലേക്ക് എത്തിക്കുകയാണ്. പ്രധാനമന്ത്രി ഇന്നലെ വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ. ഇവിടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ഇവിടെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുകയും ഇവിടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാക്കി മാറ്റാനുള്ളൊരു വെല്ലുവിളി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ആ വെല്ലുവിളി വളരെ കൃത്യമായ ഒരു സന്ദേശമായി എടുത്തുകൊണ്ട് പ്രവർത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ ആണ് നമ്മുടെ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വലിയ പരിധിവരെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ ഇന്ത്യക്ക് ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ കഴിയും. രണ്ടാമത്, ഇന്ത്യയും ചൈനയും പോലെയുള്ള ഒരു രാജ്യങ്ങളാണ് ലോക ജനസംഖ്യയുടെ പകുതിയിൽ കൂടുതലെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത്തരം ഒരു മാൻ പവർ ഇവിടെ വിറ്റഴിക്കപ്പെടുന്ന, ഇവിടെ എത്തിക്കപ്പെടുന്ന സാധനങ്ങൾ ഇല്ലാതെ അമേരിക്ക അധികകാലം മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അവർ പുതിയ സാധ്യത, ജനങ്ങളല്ലേ ഇതൊക്കെ എടുക്കേണ്ടത്, ജനങ്ങളല്ലേ ഏതൊരു കാര്യവും ഏറ്റെടുക്കേണ്ടത്, എങ്ങനെ ഏറ്റെടുക്കേണ്ടത്. വിപണി എന്ന് പറയുന്നത് വെറുതെ തുറന്നു വെച്ചിരിക്കുന്ന സാധനമല്ല, മനുഷ്യരല്ലേ ഇത് ചെയ്യേണ്ടത്. മനുഷ്യവിഭവം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ 1ാമത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിപ്പോൾ ഏറ്റവും കൂടുതൽ സെൻസസ് പുറത്ത് വരാവുന്നതുകൊണ്ടാണ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ജനം എന്ന് പറയുന്നത് ഇതിൻ്റെ വിപണന സാധ്യത അമേരിക്കയ്ക്ക് നഷ്ടപ്പെടുന്നുവെങ്കിൽ അവരാകും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത്. തന്നെയല്ല, ഇന്ത്യ ഇപ്പോൾ തിരിച്ചടിച്ചിട്ടുണ്ടല്ലോ ഈ മറ്റേ യുദ്ധവിമാനം F-35 വേണ്ടെന്ന് പറഞ്ഞല്ലോ. വേണ്ടെന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടം കാണിച്ചല്ലോ. അത് എത്ര ബില്യൺ ഇതിൻ്റെ എന്താ പറയുന്നത്, അതാണ് അമേരിക്ക നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ ഒറ്റ അതിലൂടെ തന്നെ. അതല്ലാതെ ഇനിയും വരാൻ പോകണം. നമ്മളുടെ ഈ ഇതിലും നമ്മുടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ കാര്യങ്ങൾ, നമ്മൾ ഈ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതിലൂടെ നമ്മൾ നേടിയെടുക്കാൻ പോകുന്ന അസൂയാവഹമായ നേട്ടത്തിന് മുമ്പിൽ ഇത് ഒരു വലിയ സംഭവമായിരിക്കത്തില്ല. ട്രംപിന് പുറകോട്ട് പോകേണ്ടി വരും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്.